ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആർക്കും എളുപ്പത്തിലത് തയ്യാറാക്കിയിട്ട് എടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇതിലിപ്പോൾ ഞാൻ ചിക്കനാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് ഫില്ലിംഗ് വേണമെങ്കിലും വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റാപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയും കൂടി ഞാനിതിലേക്ക് ചേർത്തു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആക്റ്റീവ് ഈസ്റ്റാണ്. ഒരു 1/2 സ്പൂണോളം ആക്റ്റീവ് ഈസ്റ്റ് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ആക്റ്റീവ് ഈസ്റ്റ് ഇല്ല, ഡ്രൈ ഈസ്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ചൂടുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാതും കൂടി നന്നായി ഒന്നങ്ങ് മിക്സാക്കാം. അപ്പോൾ ഈസ്റ്റും ഉപ്പുമൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് യോജിക്കും. അതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഒരുമിച്ച് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നോക്കിയിട്ട് കുറച്ചായിട്ട് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇതിൽ നമുക്ക് അത്ര വലിയ ടൈറ്റായിട്ടുള്ള മാവുമല്ല, എന്നാൽ അങ്ങനെ ലൂസായിട്ടുള്ള മാവുമല്ല നമുക്ക് വേണ്ടത്. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ ഏതാണ് നിങ്ങൾ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്ക് ആ മാവ് ഒന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ മാവിൻ്റെ മേലെ നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ നമ്മൾ ഇതുപോലെ ഒന്ന് നനഞ്ഞ തുണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ശേഷം എല്ലൊക്കെ മാറ്റി അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് കറക്കി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇതിൽ നമ്മൾ മിക്സിയിലിട്ട് കറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ വല്ലാതെ പൊടിഞ്ഞു പോകരുത്. അതിങ്ങനെ ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് കേട്ടോ. ഫില്ലിംഗ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക. ഞാൻ വേറെ അധികം സ്പൈസസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മളിതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു സവാള ഡാർക്ക് ബ്രൗൺ ആക്കി മൊരിയിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സവാള വന്നാൽ മതി. അങ്ങനെ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 മസാലപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സ്പൈസസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കാം. നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം അധികം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി അതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെക്കുകയാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എന്നാലാണ് എല്ലാ ടേസ്റ്റും കൂടി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ആവുകയുള്ളൂ. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനപ്പോൾ തുറന്ന് ഇപ്പോൾ എല്ലാതും ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഒന്നും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ ഫില്ലിങ്ങുകൾ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, ലെസ് സ്പൈസി ആയിട്ടുള്ള, അധികം സ്പൈസി അല്ല, എന്നാൽ എരിവൊക്കെ അത്യാവശ്യമുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫില്ലിങ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് എപ്പോഴും തയ്യാറായി. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നനഞ്ഞ തുണിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം.
ഏകദേശം നമ്മൾ ആ പൂരിക്കൊക്കെ എടുക്കുന്ന അത്രയും വലിപ്പത്തിലുള്ള ഉരുളകൾ മതിയിട്ടാണ്. അത്ര ചെറുതുമല്ല അത്ര വലുതുമല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളായിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ള് മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പത്തിരി പ്രസ്സാണ്. അപ്പോൾ പത്തിരി പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പോൾ അടുത്തൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ പത്തിരി പ്രസ് എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഇത്തിരി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുള എടുത്ത് നമുക്ക് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യാം. അതെ, നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഇതുപോലെ പരത്തിയെടുത്തു. അതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ എത്ര വെക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി നമ്മൾ ഇവിടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കണ്ട. അപ്പോൾ ആ ഒരു മോൾ ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ. അതിന് ശേഷം താഴെ നിന്നുള്ളത് ഇങ്ങോട്ട് മടക്കിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുത്തു. ട്രയാങ്കിൾ ഷേപ്പ് തന്നെ ആക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പരത്തി ഇതാക്കി, അതായത് ഒരു ബോൾസ് പോലെ ഉള്ളിൽ വെച്ച് ബോളാക്കിയ ശേഷം ജസ്റ്റ് ഫ്ലാറ്റൻ ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇതിന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണ് ഏതാണ്ട് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ രണ്ട് സൈഡ് എടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ താഴെ വെച്ച ശേഷം അതിൽ നിന്ന് ഒരു ബോൾ എടുത്ത് വെച്ചു. അതിൻ്റെ മേലെ മറ്റേ ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇതാക്കി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പലകയിലിട്ടിട്ട് പരത്തിയെടുത്താലും മതിയിട്ടാ. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ആദ്യം ഇതുപോലെ മടക്കി, അതിനുശേഷം താഴെ നിന്നും മടക്കി ഇതാക്കിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം ഒരു സ്റ്റീമർ വെക്കുക. അതിൽ നിന്ന് ആവി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മാവൊക്കെ ഇതുണ്ടല്ലോ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ, അധികം സ്റ്റീം വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ സ്നാക്സൊക്കെ ഇപ്പോൾ ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ സ്നാക്സൊക്കെ ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട, ഇപ്പോൾ തന്നെ ഇതൊരു നല്ല സ്നാക്കല്ലേ. കണ്ട, നല്ല സോഫ്റ്റായിട്ടുള്ള സ്നാക്കാണിത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഒരു സ്നാക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ആക്കണം. ആ തൈരും മുളക് പൊടി ഉപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിനെ നന്നായി ലൂസാക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സിനെ നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ, അധികം ഓയിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്കിനെ നമ്മൾ ആ തൈരിൻ്റെ ആക്കിയ ആ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മളിതുപോലെ പാനിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക്
ഒരു സൈഡ് ഒന്ന് ഇതായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ച് ഇത് വേവാനൊന്നുമില്ല ജസ്റ്റ് ആ കോട്ടിങ് അതുമ്പോൾ ഒന്ന് പിടിക്കണം. ആ തൈരിൻ്റെ ഒക്കെ ഒരു ചെറിയ പുളിപ്പരസമൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഇതിൻ്റെ എരിവും ഒക്കെ കൂടി ആകുമ്പോൾ ആ ഒരു നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു റാപ്പും കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.